ഫുജിറ മല്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമൂല്യ. ഞങ്ങൾ ഫുജിറയിൽ നിന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഫുജിറ മല്ലൂസ് എന്നുള്ള പേര്. ഇന്നത്തെ യാത്ര മസാഫിലേക്കാണേ. മസാഫിയിലെ റെയിൻ വാട്ടർഫോൾ കാണുക എന്നതാണ് ഇന്നത്തെ ലക്ഷ്യം. ഗൂഗിളിൽ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പോകുന്ന വഴിയിൽ ഒരു ബോർഡ് പോലും കാണാൻ സാധിക്കില്ല കേട്ടോ. ഒരു ചെറിയൊരു ഓഫ് റോഡ് യാത്ര തന്നെയാണ്. കണ്ടില്ലേ ഒരാളുടെ വരക്കം. സെഡാൻ പോലുള്ള ചെറിയ വണ്ടികൾക്കൊന്നും അത്ര ദൂരം പോകാനൊന്നും സാധിക്കില്ല കേട്ടോ. അവനൊരു വലിയ വണ്ടി ആയതുകൊണ്ട് അവൻ അതിൻ്റെ അറ്റം വരെ ചെല്ലാൻ സാധിച്ചു. വിഷമിക്കണ്ട, അങ്ങനെയുള്ള വണ്ടിയിൽ പോകുന്നവർ കുറച്ച് ദൂരെ പാർക്ക് ചെയ്ത് നടന്നാലും മതി. ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഫാമിലിയാണ് ഇന്നത്തെ യാത്രയിലുള്ളത്. മഴ കഴിഞ്ഞ് കുറച്ച് ദിവസം ആയതിനാൽ തന്നെ ഞങ്ങൾക്കൊരു ശങ്കയുണ്ടായിരുന്നു വെള്ളം കാണാൻ സാധിക്കുമോ എന്ന്. എന്തായാലും ഞങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല കേട്ടോ. കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ നീരരുവികൾ നമ്മൾ കാണാൻ തുടങ്ങി. പല നാട്ടിൽ നിന്നുമുള്ള ആളുകൾ അവിടെ വന്നു ചേരുന്നുണ്ട്. പാറക്കെട്ടിൻ്റെ ഇടയിലൂടെയാണ് വെള്ളത്തിൻ്റെ വരവ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇത്രയും മനോഹരമായൊരു വെള്ളച്ചാട്ടം അവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല കേട്ടോ. നല്ല തണുത്ത വെള്ളമായിരുന്നു. ചൂട് കാലാവസ്ഥയും തണുത്ത വെള്ളവും. അന്തരീക്ഷം ചൂടുള്ളതാണെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെതായിരിക്കാം. വെള്ളച്ചാട്ടം മാത്രമല്ല കേട്ടോ, അവിടെ നമ്മുടെ മീൻകുട്ടന്മാരും ഉണ്ട്. കണ്ടില്ലേ ഓട്ടം. കാലങ്ങോട്ട് വെച്ചു കൊടുക്കുകയേ വേണ്ടൂ, എല്ലാം കൂടെ വന്ന് കൊത്തിക്കോളും. നല്ലൊരു മീൻ സ്പാ തന്നെ നമുക്ക് അവിടെ കിട്ടും കേട്ടോ. വളരെ സൂക്ഷിച്ചാണ് ഇന്നത്തെ യാത്ര. കാരണം വീഴുമോ എന്നൊരു ചെറിയ ഭയമുണ്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. പാറക്കെട്ടുകളും നീർച്ചാലുകളും താണ്ടി ഞങ്ങളിതാ അങ്ങോട്ട് എത്താറായിട്ടോ. കണ്ടില്ലേ, ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇങ്ങനെ ഒരു വാട്ടർഫോള്. സത്യം പറഞ്ഞാൽ ഒരു സ്പെയർ ഡ്രസ്സ് എടുക്കാത്തതിൻ്റെ ഖേദം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒന്ന് കുളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ചിന്തിക്കാതിരുന്നില്ല. നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. മഴ കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിരുന്നിട്ട് പോലും ഇത്രയും ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ മഴ കഴിഞ്ഞുള്ള ദിവസത്തെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. മീൻകുട്ടന്മാരാണെങ്കിൽ വെള്ളത്തിൽ എങ്ങനെ ആർത്തുല്ലസിക്കുകയാണ്. സാഹസികത പണ്ടേ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മുകളിലേക്ക് കയറാൻ തുടങ്ങി. പാറക്കെട്ടുകൾക്കിടയിലൂടെ മുകളിലേക്ക് കയറുന്നത് കുറച്ച് ദുസ്സഹമാണെങ്കിലും അവർ വീഴാതെ അവിടെ എത്തിച്ചേർന്നു കേട്ടോ. മുകളിലേക്ക് കയറിയ ഞങ്ങളിതാ താഴേക്ക്. ചെറിയൊരു ഭയം ഉള്ളിലുണ്ടെങ്കിലും ചിരി കൊണ്ട് അതിനെ മറച്ച് രണ്ടുപേരും താഴേക്ക് ഇറങ്ങി. വേസ്റ്റ് ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ പ്ലാസ്റ്റിക് വേസ്റ്റും ഡയപ്പറും വലിച്ചെറിയപ്പെട്ടതായി കാണപ്പെട്ടു. ചെരുപ്പില്ലാതെ പാറക്കഷ്ണത്തിലൂടെയുള്ള നടത്തം എത്ര സുഖകരമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ. പക്ഷെ ചെരുപ്പ് നനയുമെന്നുള്ളത് കൊണ്ടും വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ടും ഞങ്ങൾ ചെരുപ്പൂരി കൈ പിടിച്ചു. ഡ്രസ്സ് നനഞ്ഞാൽ എന്താ ചേച്ചി, കുറച്ച് കഴിയുമ്പോൾ ഡ്രസ്സ് ഉണങ്ങുമല്ലോ എന്ന് പറഞ്ഞ് അച്ചുവും വെള്ളത്തിലേക്ക് ഇറങ്ങി. അതിൻ്റെ പിന്നാലെ ധനി ചേച്ചിയും. ഇവരാണെങ്കിൽ മീനെ പിടിക്കാനുള്ള പദ്ധതിയിലാണ് കേട്ടോ. ആ കള്ളനോട്ടം കണ്ടില്ലേ, മീനെ ഞാൻ പിടിച്ചത് തന്നെ എന്നുള്ള മട്ടിലാണ് പുള്ളി. എന്നാൽ മീനോ എന്നെ തൊടാൻ കിട്ടില്ല എന്നുള്ള മട്ടിലും. വീണ്ടും സാഹസികത. മലമുകളിൽ കയറി നിന്നുള്ള ഫോട്ടോഷൂട്ടാണ് ലക്ഷ്യം. മലമുകളിൽ നിന്നും വിജയശ്രീലാളിതനായി ഇറങ്ങി വരുന്ന ആളാണ് കേട്ടോ ഞാൻ പറഞ്ഞ എൻ്റെ ക്രൈം പാർട്ട്ണർ.
ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.